യുഎസിലെമ്പാടും വിറ്റഴിച്ച 8,50,000-ലധികം കാറുകൾ ഫോർഡ് മോട്ടോർ കമ്പനി തിരിച്ചു വിളിക്കുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. യുഎസ് നാഷണൽ ഹൈവേ ട്രാഫിക് സേഫ്റ്റി അഡ്മിനിസ്ട്രേഷനാണ് ഇക്കാര്യം അറിയിച്ചതെന്ന് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. വാഹനങ്ങളിലെ ലോ പ്രഷർ ഇന്ധന പമ്പുകൾ തകരാറിലാകാൻ സാധ്യതയുള്ളതിനാലാണ് നടപടിയെന്ന് യുഎസ് നാഷണൽ ഹൈവേ ട്രാഫിക് സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ അറിയിക്കുന്നു. ഈ തകരാർ എഞ്ചിൻ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. 2021 മുതൽ 2023 വരെ നിർമ്മിച്ച പല മോഡലുകളാണ് തിരിച്ചു വിളിച്ചവയിൽ ഉൾപ്പെടുന്നത്. ഫോർഡ്, ലിങ്കൺ എന്നീ ബ്രാൻഡഡ് വാഹനങ്ങളെയാണ് പ്രധാനമായും തിരിച്ചു വിളിക്കുന്നത്. ഫോർഡ് ബ്രോങ്കോ, എക്സ്പ്ലോറർ, F-150, ലിങ്കൺ ഏവിയേറ്റർ, നാവിഗേറ്റർ തുടങ്ങിയ മോഡലുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ജൂലൈ 14 മുതൽ ഉടമകൾക്ക് അറിയിപ്പ് കത്തുകൾ അയക്കും. തകരാർ പരിഹരിക്കാനുള്ള വഴി ഫോർഡ് കണ്ടുപിടിക്കുന്നതേയുള്ളൂന്നാണ് വിവരം. പരിഹാരമാർഗം കണ്ടെത്തിയ ശേഷം ഉടമകൾക്ക് വീണ്ടും ഒരു കത്തുകൂടി അയക്കാനാണ് തീരുമാനം. മോശം എഞ്ചിൻ പ്രവർത്തനം, മിസ്ഫയറിംഗ്, കുറഞ്ഞ പവർ അല്ലെങ്കിൽ എഞ്ചിൻ ലൈറ്റ് ഓൺ ആക്കുക എന്നിവ ഡ്രൈവർമാർക്ക് അനുഭവപ്പെടാമെന്ന് യുഎസ് നാഷണൽ ഹൈവേ ട്രാഫിക് സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ ഡീലർമാർക്ക് നൽകിയ അറിയിപ്പിൽ പറയുന്നു. ഇന്ധനം എഞ്ചിനിലേക്ക് എത്തുന്നത് തടസ്സപ്പെട്ടാൽ വാഹനം ഓട്ടത്തിനിടയിൽ നിൽക്കാനും അപകടമുണ്ടാകാനും സാധ്യതയുണ്ടെന്ന് ഫോർഡ് അറിയിച്ചു. തിരിച്ചു വിളിക്കുന്ന വാഹനങ്ങളിൽ 10% ഇന്ധന പമ്പ് തകരാറിന് സാധ്യതയുണ്ടെന്ന് ഫോർഡ് കണക്കാക്കുന്നുണ്ട്. 2021-23 മോഡൽ വർഷത്തിലെ ഫോർഡ് ബ്രോങ്കോ, എക്സ്പ്ലോറർ, ലിങ്കൺ ഏവിയേറ്റർ, 2021-23 മോഡൽ വർഷത്തിലെ F-250 ST, F-350 ST, F-450 ST, F-550 ST വാഹനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. 2021-22 മോഡൽ ലിങ്കൺ ഏവിയേറ്റർ, ഫോർഡ് മസ്താങ്, F-150, 2022 എക്സ്പെഡിഷൻ മോഡലുകളും ഈ പട്ടികയിലുണ്ട്. അപകടങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഫോർഡ് അറിയിച്ചു. പമ്പ് തകരാറിലായതിനെ തുടർന്ന് പവർ കുറഞ്ഞതായി 6 ഉപഭോക്താക്കൾ പരാതിപ്പെട്ടിട്ടുണ്ട്. തകരാറുള്ള വാഹനങ്ങളുടെ 10%-നും ഈ പ്രശ്നമുണ്ടെന്നാണ് അഡ്മിനിസ്ട്രേഷൻ കണക്കാക്കുന്നത്. നിങ്ങളുടെ വാഹനം സുരക്ഷാപരമായ കാരണങ്ങളാൽ തിരിച്ചു വിളിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ നാഷണൽ ഹൈവേ ട്രാഫിക് സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അവിടെ ലൈസൻസ് പ്ലേറ്റ് നമ്പർ, VIN നമ്പർ അല്ലെങ്കിൽ വർഷം, മോഡൽ എന്നിവ നൽകി പരിശോധിക്കാം. അതേസമയം കഴിഞ്ഞ മാസം 2,00,000-ലധികം വാഹനങ്ങൾ ഫോർഡ് പിൻവലിച്ചത് സോഫ്റ്റ്വെയർ തകരാർ മൂലമായിരുന്നു. പുതിയ വാഹനങ്ങളിൽ റിയർവ്യൂ ക്യാമറ തകരാറ് മൂലം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതിനെ തുടർന്നായിരുന്നു ഈ പിന്മാറ്റം. ഇതുമായി ബന്ധപ്പെട്ട കത്ത് ജൂലൈ 28-ന് ഉടമകൾക്ക് അയക്കും. ഉടമകൾക്ക് അവരുടെ കാറുകൾ ഡീലർമാർക്ക് കൈമാറാം. അവർ വാഹനങ്ങളുടെ സോഫ്റ്റ്വെയർ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോഴത്തെ സംഭവം 2025-ലെ ഫോർഡിൻ്റെ 89ാമത്തെ തിരിച്ചുവിളിക്കലാണ്. ഈ വർഷം ഇതുവരെ ഏകദേശം 50 ലക്ഷം ഫോർഡ് ലിങ്കൺ വാഹനങ്ങളെ ഇത് ബാധിച്ചു. മെയ് 9-ന് 11 ലക്ഷം വാഹനങ്ങൾ പിൻവലിച്ചത് ഇതിന് മുൻപുള്ള വലിയ സംഭവമാണ്. അത് പിൻക്യാമറയിലെ തകരാർ മൂലമായിരുന്നു പിൻവലിച്ചത്. മിഷിഗണിലെ ഡിയർബോൺ ആസ്ഥാനമായാണ് ഫോർഡ് മോട്ടോർ കമ്പനിയുടെ പ്രവർത്തനം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.